ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. നാളെ മെയ് 5-ാം തീയതിയാണ്. 2 പ്രത്യേകതകളുള്ള ദിവസമാണ്. മെയ് 5-ാം തീയതി എന്ന് പറയുമ്പോൾ ഡേറ്റ് 5-ഉമാണ്, മാസം 5-ഉമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 555 എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ചതുർത്ഥി തിഥിയാണ്. സങ്കടഹര ചതുർത്ഥി ചൊവ്വാഴ്ച വരുമ്പോൾ ആങ്കാരക ചതുർത്ഥി എന്നാണ് പറയുന്നത്. സങ്കടഹര ചതുർത്ഥി ആഴ്ചയിലെ ഏതു ദിവസം വരുന്നതിനേക്കാളും പ്രാധാന്യം ചൊവ്വാഴ്ച വരുന്നതിനുണ്ട്. ഇത് വർഷത്തിൽ 2 തവണ മാത്രമേ ചൊവ്വാഴ്ച സങ്കടഹര ചതുർത്ഥി വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കടഹര ചതുർത്ഥി ദിവസം വ്രതമെടുക്കാൻ സാധിക്കുന്നവർക്ക് ഈ ഒരു ദിവസം മാത്രമായി വ്രതമെടുക്കാവുന്നതാണ്. ഇനി വ്രതമെടുക്കുമ്പോൾ എടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. നാമങ്ങൾ ചൊല്ലാവുന്നതാണ്. ഭഗവാന് മോദകം, ഉണ്ണിയപ്പം മുതലായവ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അത് അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഇന്നത്തെ വീഡിയോയിൽ ഈ 555 മാജിക് നമ്പർ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് എന്ന് അതിനുവേണ്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഈ ആങ്കാരക ചതുർത്ഥി ദിവസം നമ്മുടെ വീട്ടിൽ കൊളുത്തേണ്ട ഒരു ദീപത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ആദ്യം നമുക്ക് 555 ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് നോക്കാം. നാളെ രാവിലെ 5 മണി മുതൽ 5:59 വരെയുള്ള ഏതൊരു സമയത്തും നമുക്ക് ഈ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ 5-ാം തീയതി 5-ാം മാസം മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 5 മണി എന്നുള്ള ആ ഒരു ടൈം കൂടി ചേർത്താണ് ഇവിടെ 555 എന്ന ഏഞ്ചൽ നമ്പർ ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്കോ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ്. ഇതിലേതെങ്കിലും ഒരേ സമയത്ത് മാത്രം എഴുതിയാൽ മതി. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സ് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിനൊന്നും ഒരു ഫലവും കിട്ടുകയില്ല. മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമുക്ക് ഏതൊരു ദിവസം ചെയ്യാം എന്നുണ്ടെങ്കിലും 5-ാം തീയതി ചെയ്യുന്നതിന് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് ഒരേ ഒരു ദിവസം മാത്രം ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ഒരു പേപ്പറാണ് വേണ്ടത്. പിന്നെ ഗ്രീൻ കളറിൽ ഒരു പേന ഉപയോഗിച്ച് എഴുതേണ്ടത്. ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിക്കാം. ബ്ലാക്ക് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഉണരുന്നവർ ആണെങ്കിൽ രാവിലെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. രാവിലെ 5 മണിയാകുമ്പോൾ ഒരു വെള്ള പേപ്പർ എടുക്കുക. A4 ഷീറ്റോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ നിന്നുള്ള പേപ്പർ ആണെങ്കിലും മതി. അത് എടുത്തിട്ട് എന്താണോ നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടേണ്ടത് അത് നമുക്ക് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകുന്നത് ആ ഒരു ഫീലിംഗ് നമുക്കുണ്ടാക്കണം. ഇപ്പോൾ ഒരു ജോലിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ആദ്യം തന്നെ 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ആയിരിക്കുക. അതിനുശേഷം നമുക്കൊരു ജോലി ലഭിച്ചതായി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു ജോലിക്ക് നമ്മൾ പോകുന്നു, ഓഫീസിൽ പോകുന്നു, വരുന്നു, നമുക്കതിന് പോകാനുള്ള ഡ്രസ്സ് എടുക്കുന്നു, ചെരുപ്പ് എടുക്കുന്നു, ബാഗ് വാങ്ങിക്കുന്നു, കൊണ്ടുപോകേണ്ട ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ഇങ്ങനെ ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പുതിയൊരു വീട് കെട്ടി ആ വീട്ടിൽ പാലുകാച്ചൊക്കെ നടത്തി സന്തോഷമായിട്ടിരിക്കുന്നു. അത് അവരുടെ ഭാവനയനുസരിച്ച് വിഷ്വലൈസേഷൻസിന് വ്യത്യാസം വരാം. നമ്മുടെ മനസ്സിനെ ആഗ്രഹങ്ങൾ അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരേ ഒരാഗ്രഹം ഇവിടെ എഴുതേണ്ടത്. ജോലി ആവശ്യമുള്ളവർക്ക് ജോലിക്ക് വേണ്ടി എഴുതാം, വീടിന് വേണ്ടി എഴുതാം, നമ്മുടെ കടങ്ങൾ തീരുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ കടങ്ങൾ എല്ലാം തീർന്നു എന്ന് നമുക്ക് എഴുതാൻ പാടില്ല. പകരം നമ്മുടെ കടം തീർക്കുന്നതിന് എത്ര രൂപയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ. അത് കിട്ടി എന്ന് വേണം കിട്ടിയെന്നും നമ്മുടെ കടങ്ങൾ അടച്ചു തീർക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ളതെങ്കിൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടിയിട്ട് ഞാനത് ചെയ്തു എന്ന് വേണം എഴുതേണ്ടത്. ഹാപ്പി എന്നാണ് എഴുതേണ്ടത് മനസ്സിനകത്ത്. നമ്മൾ ആ
ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ ആ 1,00,000 രൂപ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുത്ത് കടമെല്ലാം തീർത്ത് സന്തോഷമായി ഇരിക്കുന്നതായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യണം. ഏതൊരു കാര്യവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എഴുതാതിരിക്കുക. കാരണം കടങ്ങൾ, പണയം, രോഗം ഇതൊക്കെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പണയം എടുത്തു എന്നുള്ളത് എൻ്റെ സ്വർണ്ണമെല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഹാപ്പിയാണെന്ന് എഴുതി വിഷ്വലൈസ് ചെയ്യുക. സ്വർണ്ണമെല്ലാം നമ്മൾ തിരിച്ച് എടുത്തെല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്നതായി കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇനി അസുഖങ്ങൾ മാറണം എന്നുള്ളവരാണെങ്കിൽ ഞാൻ ആരോഗ്യവതിയായി ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യവാനായി ഇരിക്കുന്നു എന്നാണ് എഴുതേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ അസുഖമൊക്കെ മാറി നമ്മൾ ഹാപ്പിയായി ഇരിക്കുന്നതായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഏതൊരു കാരണമാണെങ്കിലും നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്കത് വിഷ്വലൈസ് ചെയ്യാം. അതായത് നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിലെ ആഗ്രഹം അതനുസരിച്ച് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിൽ 555 എന്ന് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ 5-ാം തീയതി 5-ാം മാസത്തിൽ 5 തവണ ആണ് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് 1 2 3 4 5 എന്ന് ആദ്യം തന്നെ നമ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഓരോ തവണയും നമ്മുടെ ആഗ്രഹം എഴുതണം. അത് സാധിച്ചു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞല്ലോ, എൻ്റെ പുതിയ വീട്ടിൽ ഞാൻ സന്തോഷവതിയായി ജീവിക്കുന്നു, എൻ്റെ പുതിയ ജോലിയിൽ ഞാൻ ഹാപ്പിയായാലും വളരെയധികം ഹാപ്പിയാണ്. അങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ഒരു കാര്യം സാധിച്ചതിൽ നമ്മൾ ഹാപ്പിയാണ് എന്ന് എഴുതേണ്ടത്. ഓരോ തവണയും എഴുതുന്നതിന് മുൻപ് അതൊന്ന് വിഷ്വലൈസ് എഴുതുക, പിന്നെയും എഴുതുക, വിഷ്വലൈസ് ചെയ്യുക. 5 തവണ മാത്രം എഴുതിയാൽ മതി. രാവിലെ 5 മുതൽ 5:59 വരെയും വൈകുന്നേരം 5 മണി മുതൽ 5:89 വരെയും 5:59 വരെയും ഉള്ള സമയത്തിനുള്ളിൽ വേണം ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത്. രാവിലെ 5:05 വേണമെങ്കിലും എഴുതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പേപ്പർ ഒരേ ഒരു ദിവസം നമ്മൾ എഴുതുന്നത് അതുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ പില്ലോയുടെ അടിയിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ പേപ്പർ എടുത്ത് മടക്കി വെക്കുക. ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മണ്ണിൽ കുഴിച്ചിടുകയോ വെള്ളത്തിൽ അലിയിച്ച് കളയുകയോ കത്തിച്ച് കളയുകയോ എങ്ങനെയാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ 5 പ്രാവശ്യം ആഗ്രഹം എഴുതിയതിന് ശേഷം ഏറ്റവും താഴെ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നൊരു 3 തവണ എഴുതുക. താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതാവുന്നതാണ്. എന്നിട്ട് ആത്മാർത്ഥമായി പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുകയും വേണം. എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി നന്ദി നന്ദി. നമ്മൾ പ്രപഞ്ചത്തിനോടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈ ഒരു ടെക്നീക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സ് ടൈമോ പുലവാലായ്മയോ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചു അങ്ങനെ യാതൊന്നും ഇല്ല. കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കാര്യം നമ്മുടെ മനസ്സിന് പൂർണ്ണമായും വിശ്വാസമുണ്ടായിരിക്കണം. പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നൽകുമെന്നുള്ളത്. മനസ്സിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആങ്കാരക ചതുർത്ഥിയെക്കുറിച്ച് നോക്കാം. നമ്മുടെ സങ്കടങ്ങളെല്ലാം തന്നെ തീർക്കുന്ന ഒരു ദിവസമാണ് സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. ഏതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിലും സങ്കടഹര ചതുർത്ഥിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഗണപതി ഭഗവാൻ നമ്മുടെ തടസ്സങ്ങളെല്ലാം നമ്മുടെ സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരുന്ന ദിവസമാണ്. സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ ഉപവാസമാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് പാലും പഴങ്ങളും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. രാത്രി ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. അതായത് ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഭഗവാന് നമ്മൾ എന്താണോ സമർപ്പിക്കുന്നത് അത് കഴിക്കാം. കുഴക്കട്ടയൊക്കെ സമർപ്പിക്കാവുന്നതാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ രാത്രി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം കുറച്ച് പച്ചരിയോ ഉണക്കലരിയോ ചോറോ കഴിക്കാവുന്നതാണ്. അത് അവരുടെ ആരോഗ്യസ്ഥിതി നോക്കി ചെയ്യാം. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ട സങ്കടഹരി ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, നമ്മൾ ചന്ദ്രനെ കണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് മെയ് 5-ാം തീയതി 5:24 അത് ചതുർത്ഥി ആരംഭിക്കുന്നത്. മെയ് 5-ാം തീയതി 5:24 രാവിലെ AM ആണ്. അവസാനിക്കുന്നത് മെയ് 6-ാം തീയതി 7:51
AM ആണത്. 7:51 ആകുമ്പോഴത്തേക്ക് അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് 5-ാം തീയതി നമ്മൾ ചതുർത്ഥി വ്രതമായി അനുഷ്ഠിക്കുന്നത്. ചന്ദ്രോദയ സമയം എന്ന് പറയുന്നത് ഏകദേശം 10 മണി കഴിഞ്ഞിട്ടാണ്. അതായത് നമുക്ക് ആ ഒരു ദിവസം ചന്ദ്രനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചന്ദ്രൻ ഉദിക്കുന്നത് വളരെ ആയിട്ടാണ്. ഈ പൗർണമി ദിവസമൊക്കെ തന്നെ നമുക്ക് 7 മണി കഴിയുമ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കും. എന്നാൽ ചതുർത്ഥി ദിവസം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, അന്ന് വളരെ ലേറ്റായിട്ടായിരിക്കും ചന്ദ്രൻ ഉദിക്കുന്നത്. കാരണം ഈ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചന്ദ്രനെയും കണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ചന്ദ്രൻ ഉദിക്കുന്നത് വളരെ ലേറ്റ് ആയിരിക്കും. എന്നിരുന്നാലും ആ ഒരു സമയത്ത് ചന്ദ്രനെ കണ്ടു പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ചന്ദ്രോദയമൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു 10 മണി വരെയൊക്കെ വിശന്നിരിക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഗണപതി കോവിലിൽ പോയി അവിടുത്തെ ദീപാരാധന ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ വീട്ടിലുള്ള ശിവഭഗവാന്റെ ഫോട്ടോയിൽ ചന്ദ്രക്കല ഉണ്ടായിരിക്കും. ആ ചന്ദ്രക്കലയിൽ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത് ആരോഗ്യസ്ഥിതി അനുഭവിക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അല്ല, ആരോഗ്യസ്ഥിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി ചന്ദ്രൻ ഉദിക്കുന്ന സമയത്ത് ചന്ദ്രനെ കണ്ട് അർഘ്യമൊക്കെ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ സമർപ്പിക്കാം. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ അങ്കാരക ചതുർത്ഥിയിൽ കൊളുത്തേണ്ട ഒരു ദീപത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവിടെയൊക്കെ തന്നെ ഞാനിവിടെ എല്ലാ വീടുകളിലും ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ബ്ലോക്ക് പോലത്തെ ശർക്കര കിട്ടാറുണ്ട്. അതാകുമ്പോൾ അതിൻ്റെ നടുക്ക് നെയ്യൊഴിച്ച് നമുക്ക് കത്തിക്കാവുന്നതാണ്. അല്ല, അപ്പോൾ നിങ്ങൾ ഉള്ളിടത്ത് ശർക്കരയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ നടുക്ക് ഭാഗം നിങ്ങൾക്ക് ഇളക്കിയിട്ട് ആ നടുക്ക് ഭാഗത്ത് നെയ്യൊഴിച്ച് നെയ്ദീപം തെളിയിക്കാവുന്നതാണ്. ഈ ഒരു ശർക്കര എടുത്ത് രണ്ടായിട്ട് നടുക്കൂടെ മുറിച്ചിട്ട് അകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലും വേണമെങ്കിൽ നെയ്യൊഴിച്ച് ഈ ദീപം കൊളുത്താം. ഇപ്പോൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, ഗണപതി കോവിലും അതുപോലെ തന്നെ ആഞ്ജനേയ ക്ഷേത്രത്തിലും ഈ ഒരു ശർക്കര കൊണ്ടുള്ള ദീപം കൊളുത്തി ഭഗവാൻ സമർപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികമില്ല. ഈ ഒരു സങ്കടകര ചതുർത്ഥിയിൽ കൊളുത്തുന്നത് വളരെ കുറവാണ്. തന്നെ ഒരു വാഴയിലയിലോ ഒരു പ്ലേറ്റോ എടുത്ത് കുറച്ച് പച്ചരി ഇട്ട് അതിന് പുറത്ത് വേണം ഈ ശർക്കര വെച്ച് അതിൽ നെയ്യ് ഒഴിക്കാൻ. അതായത് ഒരു വാഴയില വെട്ടി അതിൻ്റെ മുകളിൽ ശർക്കര ഇതുപോലെ നടുവ് കിഴിച്ചത് വെച്ച് അതിനകത്ത് നെയ്യ് ഒഴിച്ച് വേണം ദീപം കൊളുത്തേണ്ടത്. ഇവിടെ ശർക്കര നെയ്യുമൊക്കെ ഓരോ ഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് നേടിത്തരും. ചൊല്ലേണ്ട നാമം എന്ന് പറയുന്നത് ഓം ഗം ഗണപതേ നമ 108 തവണ ചൊല്ലാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സങ്കടനാശന ഗണപതി സ്തോത്രം അതറിയാവുന്നവർക്ക് അതങ്ങനെ തന്നെ ചൊല്ലാം. അല്ലെങ്കിൽ മൊബൈലിൽ ഓൺ ചെയ്ത് അത് കേട്ടുകൊണ്ട് ചൊല്ലാവുന്നതാണ്. സങ്കടഹര ചതുർത്ഥി ദിവസം ചൊല്ലേണ്ട നാമമാണ് സങ്കടനാശന ഗണപതി സ്തോത്രം. 3 തവണയാണ് ചൊല്ലേണ്ടത്. ഈ ഒരു ദീപം കൊളുത്തുമ്പോൾ ഗണപതി ഭഗവാന് പഴമോ അല്ലെങ്കിൽ കൊഴുക്കട്ടയോ ശർക്കര അങ്ങനെ എന്താണോ നമുക്ക് നിവേദ്യമായി സമർപ്പിക്കാൻ സാധിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും വെക്കാവുന്നതാണ്. ഇത് വീട്ടിൽ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ ക്ഷേത്രത്തിൽ പോയി 2 നെയ്ദീപം അവിടെ കൊളുത്തിവെച്ച് ഭഗവാന് കർഗമാല സമർപ്പിച്ച് മോദക വഴിപാട് രസീതെടുത്ത് പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടുക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിൽ വേണം ഗണപതി ഹോമം നടത്തുന്നതും അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്. ഈ ഒരു അങ്കാരക ചതുർത്ഥി ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. വേറുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഈ ഒരു ദീപം ക്ഷേത്രത്തിൽ തന്നെ കൊളുത്തി വയ്ക്കാവുന്നതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ ഒരു ദീപം അനുവദിക്കില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതി ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിൽ വീട്ടിൽ കൊളുത്തിയാൽ മതി. വേറുള്ള കർണാടകയിലോ ആന്ധ്രയിലോ ഒക്കെ നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു ശർക്കര ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. എല്ലാവരെയും ഭഗവാന്റെ അനുഗ്രഹം അധികമായി ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.